പ്രിന്റു മഹാദേവ്, ഒരുപക്ഷേ നേരത്തെ കെ.വി. അബ്ദുൽ ഖാദർ ചൂണ്ടിക്കാട്ടിയത് തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ട് പിന്നെ ഇത്തവണ എങ്ങനെ കുറഞ്ഞു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം ഈ പലയിടങ്ങളിലെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന ഡീലുകളെ സംബന്ധിച്ച് ഈ കാസർകോട്ടെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ നിങ്ങളുടെ ഏക അംഗം കൃത്യമായി വിട്ടുനിന്നു കോറം തികയാത്തതിനാൽ. ഈ മറ്റത്തൂരിലെ പോലെ ഡീല് പുല്ലൂർ പെരിയയിലും മറ്റ് പല ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ടോ? സംസ്ഥാന തലത്തിൽ തന്നെ ഒരു ഡീലാണോ ഇത്? എങ്ങനെയും ബി.ജെ.പി അധികാരത്തിൽ നിന്ന് മാറ്റിയ കോൺഗ്രസ് ഏത് വിധേനയും CPM-നെ ഒഴിവാക്കി നിർത്തുക, അതിനുവേണ്ടി ഏത് തരത്തിലുള്ള ഡീലും, അത് പുല്ലൂർ പെരിയയിലായാലും ഈ പറയുന്നത് പോലെ മറ്റത്തൂരായാലും എല്ലായിടത്തും നിങ്ങൾ ആ ഡീലുണ്ടോ നിലവിൽ? അല്ല, ഞങ്ങൾക്ക് ഒരു ഡീലുമില്ല. ഇവിടെ BJP ആസൂത്രിതമായിട്ട് തോൽപ്പിക്കും വ്യാപകമായിട്ട് ഡീൽ ഉണ്ടാക്കിയത് CPM-ഉം കോൺഗ്രസുകാരാണ്. ഇപ്പൊ നേരത്തെ കാതർക്ക പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ വോട്ടിംഗ് പെർസെന്റേജ് പാർലമെന്റിൽ നോക്കുന്ന സമയത്ത് BJP കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ BJP-യുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മെമ്പർമാർ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പാണിത്. പ്രബലമായിട്ടുള്ള പല പഞ്ചായത്തുകളിലും മുഖ്യ പ്രതിപക്ഷമായി നിൽക്കുന്നത് BJP-ആണ്. CPM-നോട് ഈക്വലായി നിൽക്കുന്ന നിരവധി പഞ്ചായത്തുകളുണ്ട്. അതുകൊണ്ട് BJP-യുടെ തൃശ്ശൂർ ജില്ലയുടെ വളർച്ച ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ മറ്റത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. ഈ CPM-ന്റെ 25 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിൽ തന്നെ അവിടുത്തെ വികസന മുരടിപ്പ് പുറത്ത് കാണിച്ചു കൊടുത്തത് BJP-യുടെ പ്രവർത്തകരായിരുന്നു. പ്രത്യേകിച്ച് രണ്ട് ആദിവാസി കോളനികൾ അടക്കമുണ്ട്. അവിടെ മണൽ മാഫിയയുടെ പ്രശ്നമുണ്ട്. CPM-ന്റെ അലിഗേഷനിൽ നിൽക്കുന്ന ഒരു പ്രമുഖ നേതാവിനെ വീണ്ടും തിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേതൃത്വം കൊടുത്തതിൽ ജനങ്ങളുടെ അമർഷമുണ്ട്. അങ്ങനെ അനവധി പ്രശ്നം മറ്റത്തൂരെ സംബന്ധിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ഹിതത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ള അവരുടെ അംഗത്വം രാജിവെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പിന്തുണ നൽകാൻ സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാടായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അല്ലാതെ ഒരു തരത്തിലുള്ള ഡീലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത് ഡീൽ ഉണ്ടാക്കിയിട്ട് BJP വിജയിക്കേണ്ട പല പഞ്ചായത്തുകളും ഇവിടെ ഡീൽ ഉണ്ടാക്കിയത് CPM-ഉം അതോടൊപ്പം തന്നെ ഇടതുപക്ഷവുമാണ്. അതോടൊപ്പം ജമാഅത്ത് ഇസ്ലാമി, PDP, STP അടക്കമുള്ള മത തീവ്രവാദികളുമായിട്ട് രണ്ടു കൂട്ടരും ഒരേപോലെ തന്നെ സന്ധി ചെയ്തിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ വിജയം ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ കാതർക്ക പറഞ്ഞു ഇവിടെ വോട്ടിംഗ് പെർസെന്റേജ് കൂടിയെന്ന്. CPM-ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര പഞ്ചായത്തുകൾ ഉണ്ടായിട്ടുണ്ട്? എത്ര പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു? തൃശ്ശൂർ കോർപ്പറേഷൻ CPM-ന്റെ ഇന്ന് നിലവിലെ അവസ്ഥ എന്താണ്? അപ്പൊ അതുകൊണ്ട് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പേഴ്സന്റേജ് എന്നതിനപ്പുറത്തേക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കിയുള്ള തെരഞ്ഞെടുപ്പാണ്. രണ്ട് മുന്നണി സംവിധാനങ്ങളെയും ഒരുമിച്ച് നിന്നിട്ടും ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഭാവിയിലേക്കുള്ള ഞങ്ങളുടെ വലിയൊരു ായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാഭാവികമായിട്ട് കാണുന്നത്. അല്ലാതെ ഇത് വേറൊരു തരത്തിൽ കേരളത്തിലെ ജനത വ്യാഖ്യാനിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ പൊതുശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷമാണല്ലോ. നിങ്ങൾ മറ്റത്തൂരിൽ അവിടെ വികസന മുരടിപ്പ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു ധാരണ എടുത്തു. അവിടെ ജയിച്ചു വന്നപ്പോൾ ഇത്തരത്തിൽ രാജിവെച്ചു വരും നിങ്ങൾ. ഇത് കേരളത്തിൽ എല്ലായിടത്തും തന്നെയാണ് നടക്കുന്നതെന്നാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ വായിച്ചെടുക്കുന്നത്. നിങ്ങളുടെ പൊതുശത്രു LDF ആകുമ്പോൾ ഈ 538 പഞ്ചായത്തുകളിൽ UDF വിജയിച്ച് കയറുമ്പോൾ അവിടെയെല്ലാം നിങ്ങൾ വോട്ട് കൊടുത്തു എന്ന് വായിച്ചെടുക്കുന്നുണ്ട്. പ്രിന്റു മഹാദേവ്, ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പ്രഥമ പരിഗണന കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഞങ്ങളുടെ പാർട്ടിയുടെ പോളിസി അനുസരിച്ച് ഞങ്ങൾ അതുകൊണ്ട് കോൺഗ്രസുമായിട്ട് ഞങ്ങൾ ഒരു തരത്തിലുള്ള സഖ്യവും കൂടില്ല. പ്രത്യേകിച്ച് മതഭീകരവാദ ശക്തികളുമായിട്ട് സന്ധി ചെയ്തിട്ടാണ് UDF-ന്റെ വലിയ വിജയം. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ദേശീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട് ശരിയാണ്. കോൺഗ്രസ് മുക്ത ഭാരതമാകാൻ എടുക്കേണ്ട രാഷ്ട്രീയ നിലപാട് ഇതാണോ? നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുകയല്ലേ നേതാക്കളെ? എത്ര MPമാരെ കോൺഗ്രസ് MPമാരെ നിങ്ങൾ മേടിച്ചു? അതാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് മേടിക്കുക. അത് അവിടെ ത്രിപുരയിലായാലും അരുണാചൽ പ്രദേശിലും മറ്റത്തൂരായാലും ഒരേ പാറ്റേൺ. അല്ല, അങ്ങനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ നോക്കണം കോൺഗ്രസിന്റെ പ്രതിനിധികൾ അതിനകത്ത് കൃത്യമായ ലെറ്ററിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. നേതൃത്വത്തിനോട് ഇടഞ്ഞ് നേതൃത്വം ശരിയല്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ അംഗത്വം രാജിവെച്ചിട്ട് ഞങ്ങളോട് അവർ സ്വാഭാവികമായിട്ട് സന്ധി ചെയ്യാൻ വരുന്ന സമയത്ത്, വികസനത്തിന് വേണ്ടി ഒരുമിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ.